നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. പല രക്ഷാകർത്താക്കളുടെയും ആവശ്യപ്രകാരം ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആ വിഷയം ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്നാണ്. നമ്മുടെ കൗമാരക്കാരിൽ കാണുന്ന അമിതമായ അരിശം, വല്ലാത്ത അരിശം. ആ അരിശത്തിനകത്ത് എന്തും എറിഞ്ഞുടയ്ക്കുവാനുള്ള ഒരു പ്രവണത, മറ്റൊരാൾ സ്വയം ഉപദ്രവിക്കുക, മറ്റൊരാളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീണ്ടും വിചാരമില്ലാതെ പെരുമാറുക, ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കാതിരിക്കുക, ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതിരിക്കുക, ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളായി നമ്മളെ സമീപിക്കുന്ന ഒരുപാട് രക്ഷാകർത്താക്കളുണ്ട്. അടിസ്ഥാനപരമായി എന്തായിരിക്കാം ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ഒരു ചർച്ചയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു കാരണം കണ്ടെത്താൻ നമ്മൾ പോകുമ്പോൾ ഒരു പക്ഷേ ബയോളജിക്കലായിട്ട് ജൈവശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ, ഒപ്പം സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, എൻവയറോൺമെൻ്റലായിട്ട് ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് കാരണമാണെന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയണമെന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത്, ഈ കൗമാരം എന്നുള്ളത്, കൗമാരദശ, ഇത് യഥാർത്ഥത്തിൽ കൗമാരത്തിൽ നിന്നും യൗവനത്തിലോട്ടുള്ള ഒരു പ്രവേശനമാണ്, ഒരു പോക്കാണ്, ഒരു ട്രാൻസിഷൻ ഫേസാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസാണ്. ഈ ഫേസിൽ കുട്ടി ഭയങ്കരമായ ആശയക്കുഴപ്പത്തിലായിരിക്കും. അവൻ കൗമാരത്തിൽ നിന്നും ഒരു പുരുഷനിലോട്ടുള്ള ഒരു യാത്രയിൽ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്നുള്ള രീതിക്കുള്ള പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള വളരെ വർണ്ണങ്ങളും നിറങ്ങളും ഒക്കെ ഒരുപാട് മനസ്സിൽ വരിക, നല്ലതും മോശമായ പല ചിന്തകളും ഒക്കെ വരുന്ന ഒരു വല്ലാത്ത ഒരു പീരീഡാണ് ഈ പീരീഡ്. ആ ഒരു പീരീഡിനകത്താണ് സാധാരണ കുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നത്. അത് വളരെയധികം കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നത് കൊണ്ടാണ് സത്യത്തിൽ നമ്മളിങ്ങനെ ഇത് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അതിന് ജൈവശാസ്ത്രപരമായ കാരണങ്ങൾ ഒന്ന് രണ്ട് പറയുന്നുണ്ടെങ്കിലും അത് തുലോമാൻ്റെ അളവ് വളരെ കുറവാണ്. ഒരു പക്ഷേ ജൈവശാസ്ത്രപരമായി നമ്മുടെ തലച്ചോറിനകത്തുള്ള അമേഗ്ഡാല അല്ലെങ്കിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന രണ്ട് ഏരിയയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ ഒരു പക്ഷേ കുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാം. അമേഗ്ഡാല എന്ന് പറയുന്നത് ഒരു എമോഷണൽ സെൻ്ററാണ്. വളരെ കുട്ടിക്കാലത്തുണ്ടാകുന്ന മുറിവുകളും പ്രശ്നങ്ങളും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുകയും എമോഷണലായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി വളരെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു സെൻ്ററാണ് അമേഗ്ഡാല. അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആ ഏരിയയിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടാണ് പ്രധാനമായും തീരുമാനമെടുക്കുക, ഇമ്പൾസീവ്നെസ് ആയിട്ട്, അഗ്രസീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ രണ്ടും ഏരിയയിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഇത് സാധാരണഗതിയിൽ ഇത് വളരെ കുറവായിരിക്കും. ഇതിനകത്ത് പിന്നെ ഒരു കാര്യം പ്രധാനമായും എടുത്ത് പറയാനുള്ളത് ഈ എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒരു വ്യക്തിയെ പൂർണ്ണമായും സ്വാധീനിക്കുമെന്നുള്ളതാണ്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്കാണ് അവൻ വളർന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാണ്, ഫാമിലി സിറ്റുവേഷൻ, വീട്ടിൽ ഉൾപ്പെടെ ഒരു സിറ്റുവേഷനിലാണ് അവൻ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവനിൽ ആ ഒരു സ്വാംശീകരണം ഉണ്ടാകും. പിന്നെ ഹെറിഡിറ്ററി ആയിട്ടും ചില കാരണങ്ങളുണ്ട്. ഭയങ്കരമായ അഗ്രസീവായിട്ടുള്ള ബിഹേവിയറായിട്ടുള്ള പാരൻസിൽ നിന്ന് തീർച്ചയായും ഒരു പരിധി വരെ അഗ്രസീവ്നെസ് കുട്ടികളിലും വരാമെന്നുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും തർക്കമൊന്നുമില്ല. പക്ഷെ പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഇനി എന്താണ് ഇത്തരം കാര്യങ്ങളിലോട്ട് നയിക്കുന്ന മറ്റു ചില ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയും. അതൊക്കെ വലിയൊരു വിഷയമാണ്, പലപ്പോഴും പിന്നെ ഒരു അവസരത്തിൽ സംസാരിക്കാനുള്ള വിഷയമാണ്. എങ്കിൽ പോലും പരസ്പരം മറ്റൊരാളെക്കുറിച്ചുള്ള വീണ്ടും വിചാരമില്ലാതെ ഒരാളെ അപായപ്പെടുത്തുവാനോ മുറിവേൽപ്പിക്കുന്ന തരത്തിലോ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന കോണ്ടാക്ട് ഡിസോർഡർ. അത്തരം ഒരു വൈകല്യമുള്ള കുട്ടികളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിനുമൊക്കെ ഇന്ന് യഥാവിധമുള്ള കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചില മേഖലകളിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയും. അത് സബ്സ്റ്റൻസ് അബ്യൂസ് ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിനകത്ത് ഐഡൻറ്റിഫൈയിങ് ദ ട്രിഗറിങ് ഫാക്ടർ എന്നാണ്. ഏതാണ് അവനിലുള്ള കാരണമെന്നുള്ള തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാറുള്ളതാണ്. ഈ കോണ്ടാക്ട് ഡിസോർഡറിനകത്ത് പലപ്പോഴും ഇവൻ തന്നെ സ്വയം ഒരാളെ, പലരും എനിക്ക് റിബലാണ്, എന്നോട് എൻ്റെ
നല്ലതിനു വേണ്ടി ചിന്തിക്കുന്നവരല്ല എന്ന് പലരും സ്വയം ശത്രുവായ സ്ഥാനത്ത് നിർത്തി കാണുന്ന ഒരു രീതിയുണ്ട്. അത്തരം കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നേട്ടമായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഡിസോർഡർ ഞാൻ നേരത്തെ പറഞ്ഞ ജൈവശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് എൻവയറോൺമെൻറ്റൽ പ്രശ്നങ്ങൾ ചുറ്റുപാടുമുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഈ കോണ്ടാക്റ്റ് ഡിസോർഡറോ പിന്നെ ഈ പറയുന്ന സബ്സ്റ്റൻസ് ലഹരിയുടെ അബ്യൂസ് അതുണ്ടെങ്കിൽ അതൊക്കെ അത് പരിഹരിച്ച് പോകണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഏറെക്കുറെ പരിഹാരമുണ്ട്. പക്ഷേ അത് പരിഹാരം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും കുട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നും അതിനുള്ള ഒരു സഹകരണം കൂടെ നമുക്ക് ലഭിച്ചാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതിനകത്ത് സ്കൂളിൻ്റെ അന്തരീക്ഷവും വീട്ടിലെ അന്തരീക്ഷവും ഒക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ പാരൻ്റൽ കെയറിനെ കുറിച്ച് വീട്ടുകാരുടെ രക്ഷാകർത്താക്കളുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു പ്രധാന കാരണം അമ്മയുമായിട്ടുള്ള ഒരു സ്വാധീനമാണ്. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവനിൽ സ്വാധീനം ചെലുത്താൻ ഏറ്റവും പ്രാഥമികമായ അല്ലെങ്കിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ മാറ്റുള്ള ഒരു സമീപനം, പരിചരണം, കുട്ടി അമ്മയോട് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് പരിഹരിക്കാൻ പറ്റും. അവിടെ എനിക്ക് എടുത്ത് പറയാനുള്ള കാരണങ്ങൾ അത് അമ്മ പരിഹരിക്കുമ്പോഴും പലപ്പോഴും അച്ഛൻ്റെ കോടതിയുടെ മുമ്പ് ഇത് കൊണ്ടുവരാതെ പരിഹരിക്കാൻ അമ്മമാർ ശ്രമിക്കേണ്ടതാണ്. കാരണം 18 തൊട്ട് ഈ ഒരു ടീനേജ് പ്രായം അച്ഛനെ പലപ്പോഴും റിബലായി കാണുന്ന ഒരു പ്രവണതയെങ്കിൽ ചില കുട്ടികളിൽ, എല്ലാ കുട്ടികളിലും ചില കുട്ടികളിൽ കാണുന്നു. കാരണം അവൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുക, അവൻ്റെ ഇത്തരം പ്രവണതകൾക്ക് കൂട്ടു നിൽക്കാതിരിക്കുക എന്നുള്ളതും അച്ഛനെ റിബലായി കാണാൻ ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു. എന്നും പറഞ്ഞ് അമ്മയെ റിബലായി കാണുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഏറെക്കുറെ പരിഹരിക്കണം. ഈ അവസരം ഇത് വരുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്. വിനോബാബെ എന്ന് പറയും. വിനോബാബയുടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും ഭൂദാന പ്രസ്ഥാനം നടപ്പിലാക്കിയ വളരെ താഴ്ന്ന എളിമയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ച് സാമൂഹിക പരിഷ്കർത്താവ്, സോഷ്യൽ റിഫോമറായിരുന്നു വിനോബാബെ. വിനോബാബയെ ഏറ്റവും അധികം സ്വാധീനിച്ചിരുന്നത് വിനോബാബയുടെ അമ്മയാണ്. അപ്പോൾ വിനോബാബെ ശ്രദ്ധക്കുറവാണ്, അത് അറ്റൻഷൻ ഡിഫിഷ്യറ്റാണ്. അറ്റൻഷൻ ഡിഫിഷ്യറ്റ് ശ്രദ്ധക്കുറവ്, അത് ADHD ആവാം, അറ്റൻഷൻ ഡിഫിഷ്യറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആവാം, സാധാരണ രീതിക്കുള്ള ഒരു അറ്റൻഷൻ ഡിഫിഷ്യറ്റും ആവാം. അത് അവനിൽ ചില അപകർഷതാബോധം ഉണ്ടാക്കുന്നത്. അതിന് അവൻ്റെ അറ്റൻഷൻ കൂട്ടുവാനുള്ള ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ആ ശ്രദ്ധക്കുറവ് കൊണ്ട് പല കാര്യങ്ങളിൽ പിന്നോക്കം പോകുമ്പം അവൻ അഗ്രസിയാവുന്നു. അവൻ്റെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും വിഷമവും കാര്യങ്ങളെല്ലാം അവൻ ദേഷ്യമായി പ്രകടിപ്പിക്കുന്നു. ആ ദേഷ്യമായി പ്രകടിപ്പിക്കാതിരിക്കാൻ അവൻ്റെ ശ്രദ്ധിക്കുവാനുള്ള അവൻ്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അത് മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായി പറയാമെന്നുള്ളതാണ്. ഭാഷാപരമായ നൈപുണ്യക്കുറവ്, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറച്ച് കുറവായിരിക്കും. അത്തരം കുട്ടികളിലും ചില അവസരങ്ങളിലെങ്കിലും അവന് ഇങ്ങനെ ഭയങ്കരമായ ഒരു രോഷപ്രകടനം നടത്തി കാണാറുണ്ട്. അത് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്നേ. പക്ഷേ കുട്ടിയുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം ഭാഷാപരമായ പ്രശ്നങ്ങൾ, അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവൻ്റെ അറ്റൻഷൻ ശ്രദ്ധക്കുറവൊക്കെ പരിഹരിക്കാൻ ഇന്ന് വളരെ നല്ല മാർഗ്ഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ് കാരണമെന്ന് വളരെ വ്യക്തമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നത്. ട്രിഗറിങ് ഫാക്ടർ എന്തായാലും ഒന്ന് രണ്ട് കാര്യം ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത്, കുട്ടി അഗ്രസീവായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അഗ്രസീവായിട്ടുള്ളൊരു സമീപനം അവനോട് തിരിച്ചെടുക്കാതിരിക്കുക. ആ സമയത്തെങ്കിലും അവന് ശാന്തമാവാനുള്ള സമയം കുറച്ച് അനുവദിക്കുക എന്നുള്ളതാണ്. അവൻ സ്വയം ശാന്തമാവാനുള്ള റൂം അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോൾ അവൻ ശാന്തനാവും. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്നൊരു പ്രധാന ഘടകമുണ്ട്. ഏതൊക്കെ തരത്തിലാണോ ഇപ്പോൾ ഒരാഴ്ച അവൻ ഒരു തരത്തിലുള്ള ഇങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മോശമായ പെരുമാറ്റമില്ല എങ്കിൽ അതിനൊരു റിവാർഡ്. ആ റിവാർഡെന്ന് പറയുന്ന വലിയ വിലപിടിപ്പുള്ള സാധനം തന്നെ ആവണമെന്നൊന്നുമില്ല. അവന് സ്നേഹം പരിചയമായിട്ടുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള തരത്തിലുള്ള ഒരു ചെറിയ റിവാർഡ് കൊടുക്കുമ്പോൾ അവൻ അതിൽ ഹാപ്പിയാവും. ഏത് കുട്ടിയും അവൻ അംഗീകരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ഏത് വ്യക്തിയും സ്വയം അംഗീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അത് വളരെ സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. അപ്പോൾ ആ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അവൻ കലുഷിതമായിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹത്തോടു കൂടി നമ്മൾ ശാന്തമായ രീതിക്ക്
അത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ എപ്പിസോഡിന് ശേഷം തീർച്ചയായും അവന് കുറ്റബോധം വരും. പലപ്പോഴും ഇത്തരം ഇത് കാണിക്കുന്ന കുട്ടികൾ പിന്നെ വന്ന് ക്ഷമ പറയുന്നത് കാണാറുണ്ട്. വളരെ ഇമ്പൾസീവായിട്ട് ചില സമയം ചെയ്തു പോകാറുണ്ട്. അപ്പോൾ പിന്നെ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ചില തെറാപ്പി ഇത് ഫലപ്രദമായി വരും. പ്രത്യേകിച്ച് കോൺടാക്ട് ഡിസോർഡർ ഓർഡറിൽ അതിനകത്ത് ഇവൻ ശത്രുവായി കാണുന്നു, ഇവൻ സ്വയം ഒരു തീർപ്പുണ്ടാക്കി വയ്ക്കുന്നു. അവരെനിക്ക് എതിരാണ്, മറ്റേയാളെതിരാണ്, അവരെതിരാണ്, ആ സാറെതിരാണ്, ആ ടീച്ചറെതിരാണ് എന്നുള്ള ചില കാഴ്ചപ്പാടുകൾ വരുമ്പോൾ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി അത്തരം ഒരു നെഗറ്റീവ് ചിന്ത ഒഴിവാക്കി കൊടുക്കുവാൻ ഈ ബിഹേവിയർ തെറാപ്പിക്ക് കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായി പറയാനുള്ളത് അവൻ്റെ ജീവിതചര്യയിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അവൻ പാലിക്കപ്പെടുന്നോ എന്ന് ശ്രദ്ധിക്കുകയും വേണം. അത് കുട്ടിയുടെ സഹകരണം പൂർണ്ണമായിട്ട് വേണം. കൃത്യമായ വ്യായാമം, കൃത്യമായ ഭക്ഷണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിൻ്റെ അതുള്ള ഇലക്ട്രോണിക് ഇതിൻ്റെ ഉപയോഗങ്ങൾ പരിമിതപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ റിലാക്സേഷൻ ടെക്നിക്സായ കുറച്ച് മെഡിറ്റേഷൻസ്, ഒരല്പം സ്പിരിച്വാലിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം. സത്യത്തിൽ ഇത് വളരെ വലിയൊരു വിഷയമായി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരാഴ്ചയിൽ 3 കൂടുതലോ പ്രാവശ്യം ഇതിൻ്റെ ഒരു രീതി അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചികിത്സിക്കപ്പെടേണ്ടതാണ്. ആഴ്ചയിൽ 3 ദിവസത്തിന് വളരെ അരിശവും അഗ്രസീവുമായി പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സയ്ക്ക് വേണ്ടി വന്നാൽ ചികിത്സ എന്ന് തന്നെ പറയാം. അത് കൗൺസിലിങ്ങോ ബാക്കി എന്താണോ അത് വേണ്ടത് അതിൻ്റെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. അതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഏത് തന്നെയാണ് എങ്കിലും അതല്ലാത്ത പക്ഷം നമുക്ക് തന്നെ അത് വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകാനുള്ളതാണ്. ക്രമേണ അത് ശരിയായി വരുമെന്നുള്ളതാണ്. പിന്നെ എന്നാലും പലപ്പോഴും പല കുട്ടികളും അപായപ്പെടുത്തുന്ന തരത്തിൽ മറ്റൊരാൾ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെ കണ്ടാൽ അത്തരം പ്രവണത ഉണ്ടെങ്കിൽ ആ ഇമ്പൾസീവ്നെസ് കൂടുതലാണ്. അത് തീർച്ചയായും ചികിത്സിക്കപ്പെടേണ്ടതാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്നേഹത്തോടു കൂടിയുള്ള പരിചരണം, അവനെ ഒന്ന് ചേർത്ത് നിർത്തുക, അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നമ്മളൊരു ഇത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇത്തരം സമയത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ സഹായം ചെയ്യുന്നുള്ളതാണ്. പിന്നെ ചില കുട്ടികളിലെങ്കിലും നമ്മൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് അച്ഛനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് മൂത്ത കുട്ടിയോടാണ് സ്നേഹം കൂടുതൽ അല്ലെങ്കിൽ ഇളയാളോടാണ് സ്നേഹം കൂടുതൽ എന്നൊക്കെ പറയുന്നത്. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അത് ഒരു തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. കാരണം അവരുടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ചില കുട്ടികളെങ്കിലും മറ്റൊരാളുടെ ശ്രദ്ധ അച്ഛൻ്റെ കൂടുതൽ കിട്ടുവാൻ വേണ്ടി പറയുന്ന ഒരു പ്രവണതയാണ്. എന്ത് പറഞ്ഞിരുന്നാലും ഈ തരത്തിലുള്ള ചില മെഡിറ്റേഷൻസ്, ചില റിലാക്സേഷൻ ടെക്നിക്സുകൾ, പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, കുട്ടിക്ക് തന്നെ സ്വയം ഒരു ഡയറി വയ്ക്കാം. അവൻ അന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് അതിന് വേണമെങ്കിൽ ഒരു ആങ്കർ ഡയറി എന്ന് പേരിട്ടിട്ട് അവൻ ഇന്ന് ആരോടും ശോഭിച്ചിട്ടില്ല, ഇന്ന് ഞാൻ വളരെ ഇതായിട്ടാണ് പെരുമാറിയത്, എന്നോടും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള രീതിക്ക് എഴുതി വയ്ക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ഒരാഴ്ച തുടർച്ചയായിട്ട് നോക്കുമ്പോൾ ഞാൻ ഇന്ന് ആരോടും മോശമായി പെരുമാറിയില്ല, ആരോടും വഴക്കിടേണ്ടി വന്നില്ല, എല്ലാവരോടും സ്നേഹമായുള്ള രീതിക്കാണ് പെരുമാറിയെന്ന് അവനത് ഓരോ ദിവസവും കാണുമ്പോൾ അവന് പൂർണ്ണമായും സന്തോഷം വരും. അത് അവനിലുള്ള ആത്മവിശ്വാസം കൂട്ടും. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത പല കുട്ടികളും ഇത്തരം പ്രവണതകൾ കാണിക്കുന്നു. അവർ തീർച്ചയായും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഉണ്ടായിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും ക്ഷമിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന എപ്പോഴും നിങ്ങളുടെ രക്ഷാകർത്താക്കൾ മാത്രമായിരിക്കും. അപ്പോൾ അവരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിറ്റ്യൂഡ് അവരോടൊന്നല്ല, ഇത്ര വളരെ മനോഹരമായ ജീവിതം നമുക്ക് നൽകിയ ഈശ്വരീയമായ ശക്തിയിൽ വിശ്വാസമുണ്ടെങ്കിൽ അവരോടും സമൂഹത്തിനോടും എല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം, ഒരു നന്ദിയുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും കുട്ടികളിൽ രാത്രി കിടക്കുമ്പോഴും രാവിലെ ഉണർന്നെണീക്കുമ്പോഴും ഇന്ന് ഈ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ ഈ ഒരു ദിവസം മനോഹരമാക്കി തീർത്ത അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ഇടപെടാൻ പോയ അല്ലെങ്കിൽ നല്ല ഒരു ദിവസമായിരുന്നതിന് അതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും നന്ദി എന്നുള്ളൊരു ഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു ഭാവം വളർത്തിയെടുത്താൽ ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഇതിനകത്തുള്ള കോൺടാക്ട് ഡിസോർഡറും അറ്റൻഷൻ ഡെഫിഷ്യറ്റും ഒക്കെ പ്രത്യേകം എടുത്ത് പറയാനുള്ള ഓരോ ടോപ്പിക്കുകളാണ്. എന്തായാലും
അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്നും നിങ്ങൾക്കിതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.